من الشيطان الرجيم بسم الله الرحمن الرحيم كم من نبي قاتل معه ربيون كثير وما ضحلوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ നാഥൻ നമ്മുടെ മേൽ എല്ലാ അനുഗ്രഹവും ചൊരിയുമാറാകട്ടെ. എല്ലാവരും വളരെ നിശബ്ദരായി ഇരിക്കണം. ഏത് പ്രത്യേക സാഹചര്യത്തിലായാലും ഒരു നിക്കാഹിന്റെ ചടങ്ങിലാണ് നാം ഉള്ളത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ കാണിക്കുന്ന അമിതാവേശം ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് കൂടുതൽ താമസമാകുന്നതിനായിരിക്കും കാരണമാകുന്നത് എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം എല്ലാവരും ഈ സദസ്സിൽ പങ്കെടുക്കേണ്ടത്, ഈ സദസ്സിന്റെ അവസാനം വരെ സഹകരിക്കേണ്ടത്. ഒരു പ്രസംഗത്തിന്റെ അവസ്ഥയിലല്ല ഞാനുള്ളതെന്ന് നിങ്ങൾക്കറിയാം. പ്രസംഗം ഒരു ഫുതുബ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിക്കാഹിന്റെ ഫുതുബ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അറിയുന്നതുപോലെ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ പോയതിനു ശേഷം കാരാഗ്രഹത്തിന്റെ ഇരുളിൽ നിന്ന് വീണ്ടും കേരളത്തിന്റെ ഈ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും നീതിബോധത്തിന്റെയും പ്രകാശത്തിലേക്ക് ഞാൻ മടങ്ങി വന്നു. ഒരു കാരണവശാലും ആരും പ്രസംഗത്തിൽ കേൾക്കുന്നതല്ലാതെ അമിതമായി പ്രതികരിച്ചാൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്, നിർദ്ദേശം നൽകപ്പെട്ടെത്തിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് അതിന്റെ പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ എന്നെ പെട്ടെന്ന് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരണമൊക്കെ ഹൃദയത്തിൽ ഒതുക്കണം, പുറത്ത് യാതൊന്നും പ്രതികരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരുളിന്റെ കാരാഗ്രഹത്തിന്റെ ഇരുളിൽ നിന്ന് കേരളത്തിന്റെ നന്മയുടെ പ്രകാശത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ എന്റെ കണ്ണ് ഇരുളിലായ അവസ്ഥയിലാണ്. മുമ്പ് എന്റെ മുന്നിലിരിക്കുന്ന ആളുകളെയെല്ലാം എനിക്ക് ചൂണ്ടിക്കാട്ടാനും അവരോട് വിഷയം ചെയ്യാനും സംസാരിക്കാനും അവർ മനസ്സിലാക്കാനും ഒക്കെ കഴിയുമായിരുന്നു. ഇപ്പോൾ എന്റെ വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇടത് കണ്ണിന്റെ കാഴ്ച വളരെ കുറഞ്ഞ ഒരവസ്ഥയിൽ മാത്രം അവശേഷിക്കുന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പോയതിനു ശേഷം ഇന്നുവരെയുമുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നീതിയുടെ വളരെ അകലെ നിന്നുള്ള ഒരു പ്രകാശത്തിന്റെ കിരണം പോലും കാണാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് ഞാൻ ഉള്ളത്. എങ്കിലും ഞാൻ നിരാശനോ ദുഃഖിതനോ അല്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ വേദനകളും പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചവരും സഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകളുടെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ സർവശക്തനായ നാഥൻ എന്റെ കാര്യത്തിൽ ഒരു പരീക്ഷണം തന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ഇതിനെ ഒരു പരീക്ഷണമായി പോലും കാണുന്നില്ല, ഒരു പ്യൂരിഫിക്കേഷനാണ്. എന്നെ ഒന്ന് സ്ഫുടം ചെയ്യാൻ വേണ്ടി സർവശക്തനായ നാഥൻ തന്ന ഒരു അവസരമായിട്ടാണ് ഈ അവസരത്തെ ഞാൻ കാണുന്നത്. അങ്ങനെ ഞാനിത് ഈ കുറച്ച് പ്രയാസങ്ങളും വിഷമങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയുടെ ഘട്ടത്തിൽ കേരളം ഒന്നടങ്കം കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ടവരും എല്ലാ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും എല്ലാവരും കേരളത്തിൽ വിനീതനായ എന്നോട് കാണിക്കുന്നത് അനീതിയാണെന്നും ആ അനീതിക്കെതിരെ മനുഷ്യ മനസ്സുണരണമെന്നും അനീതിക്കെതിരെ പോരാടേണ്ടത് ബാധ്യതയാണ് എന്നുമുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി കേരളീയ സമൂഹം ഒന്നടങ്കം എന്നോടൊപ്പം നിൽക്കുന്നു. ഞാൻ നേരിടുന്ന ഈ അനീതിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും കാരാഗ്രഹത്തിന്റെ ഇരുളിലും എനിക്ക് സമാധാനവും ആവേശവും ഒക്കെ പകരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മറ്റൊരു കാര്യം, ഞാൻ മാത്രമല്ല ഈ രാജ്യത്ത് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകത്ത് ഫലസ്തീനിൽ ഉൾപ്പെടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അതികഠിനമായ
രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിരവധി പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ നിരവധി പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കേരളത്തിൽ നിന്ന് എന്നെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഞാൻ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചിട്ടുള്ളത്. കാരാഗ്രഹത്തിൽ ഞാൻ മാത്രമല്ല നിരപരാധിയായി കഴിയുന്നത്. ഞാൻ കാരാഗ്രഹത്തിൽ കഴിയുമ്പോൾ അതിന് എന്നോട് ഈ അമർഷവും വിദ്വേഷവും ഒക്കെ തോന്നുന്നതിന് ചില കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ മുൻകാലങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് കുറച്ച് പരുഷമായ ശൈലിയിലായി പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ശൈലി എന്നിൽ നിന്ന് സംഭവിച്ചു പോയതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ ജയിൽവാസത്തിന് ശേഷം ഞാൻ ശംഖുമുഖത്തെത്തിയപ്പോൾ കേരളീയ സമൂഹത്തോട് ഒന്നടങ്കം ഞാൻ മാപ്പ് ചോദിച്ചു. എന്തെങ്കിലും എന്റെ വാക്കുകളിൽ പ്രവർത്തികളിൽ കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്നും അതിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. അതിനുശേഷവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയുന്നത് പോലെ വിനീതനായ ഞാൻ വീണ്ടും പീഡിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ നടത്തിയ ഏതെങ്കിലും പ്രഭാഷണങ്ങളിലെ ഏതെങ്കിലും ചില വാക്കുകൾ, അതിനപ്പുറം ഒന്നുമില്ല, ചില വാക്കുകൾ, ആ വാക്കുകളുടെ പേരിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ പീഡനത്തിൽ ഒരു വാക്ക് പോലും അങ്ങനെ ഉച്ചരിച്ചിട്ടില്ലാത്ത, അങ്ങനെ ഒരിക്കലും ഒന്നിനുമെതിരെ പ്രതികരിച്ചിട്ടില്ലാത്ത മലപ്പുറം ജില്ലയിലെ ഒരു കടലോര പ്രദേശത്തെ ഒരു ചെറ്റക്കൂരയിലെ ഒരു അനാഥനായ ഒരു പിഞ്ചു ബാലനായിരിക്കവേ അറസ്റ്റ് ചെയ്യപ്പെട്ട സക്കരിയ എന്ന ചെറിയ കുട്ടി ഉൾപ്പെടെ ഇന്നും അവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന, ഞാനുള്ള സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ട്. ഈ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ കഥകളോട് ചരിത്രങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും എനിക്ക് സമാധാനമാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ എന്റെ സമാധാനം ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കുമ്പോൾ കേരളീയ സമൂഹം ഒന്നടങ്കം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറച്ച പ്രതീക്ഷയും ആ വിശ്വാസവും എന്നെ വല്ലാതെ ശക്തരാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്റെ കാര്യം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ എന്നെക്കാളും കൂടുതൽ അനുഭവിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്. മൂന്നാമത്തെ കാര്യം ഒരു കാര്യമാണ്, അതെന്റെ ഉറച്ച വിശ്വാസത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. വല്ലം യർള ബിഖളാഇ വമൻ ലം യസ്ബിർ അലാ ബലാഇ ഫൽയഖ്റുജ് മിൻ തഹ്തി സമാഇ വൽയത്ലുബ് റബ്ബൻ സിവാഇ. ആനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അല്ലാഹു തആല പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിലൂടെ കാണുന്ന ആ ഒരു മഹത്തായ ഒരു വാചകം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ പറയുകയാണ്, എന്റെ വിധി, ഞാൻ എന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന എന്റെ ഞാൻ നിശ്ചയിച്ച വിധി, ആ വിധിയിൽ തൃപ്തിപ്പെടാൻ ആരെങ്കിലും തയ്യാറാകുന്നില്ലെങ്കിൽ, ഞാൻ കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നില്ലെങ്കിൽ, അങ്ങനെ ഞാനൊരു പരീക്ഷണം കൊടുത്താൽ, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണം നൽകിയാൽ അത് ക്ഷമിക്കാൻ കഴിയാതെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നാൽ, ആ അസ്വസ്ഥനാകുന്നവൻ ഒരു കാര്യം ചെയ്തോട്ടെ, എന്റെ ആകാശത്തിന്റെ കീഴിൽ നിന്ന് വേറെവിടെങ്കിലും പോയവൻ ജീവിച്ചോട്ടെ, ഞാനല്ലാത്ത ഏതെങ്കിലും ഒരു നാഥനെ അവൻ കണ്ടെത്തിക്കോട്ടെ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആകാശഭൂമികളുടെ സംരക്ഷകനായ നാഥനിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. നമുക്ക് പരീക്ഷണങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, കഷ്ടപ്പാടുകൾ വരും. ഇതെല്ലാം സർവശക്തനായ നാഥനിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി നീങ്ങുക എന്നുള്ളതാണ് മൂന്നാമത് ഞാൻ സ്വീകരിച്ചിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ ഒരുപാട് നീതി പ്രസംഗിക്കുന്നില്ല, അതിനുപറ്റിയ അവസരമല്ല. എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ വിവാഹം ഞാനിവിടെ പങ്കെടുക്കാൻ എനിക്ക് കിട്ടിയ ഈ അവസരം എല്ലാ നിലയിലും സർവശക്തനായ നാഥന്റെ വളരെ വലിയ ഒരു അനുഗ്രഹമായിട്ടും എന്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങളുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടും ഈ വേദിയിലിരിക്കുന്ന നിരവധി പേരുടെ ഒരുപാട് തരത്തിൽ ഇവിടെ ഇല്ലാത്തവരുമായ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെ നിരവധി പേർ, അതിന് തൊട്ടുമുമ്പ്, ഈ സംഭവത്തിന് തൊട്ടുമുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അവിടെ വന്ന് കേരളത്തിന്റെ കർണാടകയുടെ മുഖ്യമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്ത കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ടി മുഹമ്മദ് ബഷീർ എം പി, APCC മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീ ഷാനവാസ് എം പി, അതുപോലെ എനിക്ക് ചികിത്സ കിട്ടുന്ന കാര്യത്തിൽ വളരെ ഗൗരവമായ തരത്തിൽ ഇടപെടുകയും പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ എന്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായി ഇടപെടുകയും ചെയ്ത ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി, അങ്ങനെ നിരവധി പേർ, അതുകൂടാതെ
കൂടാതെ അവിടെ വന്ന് എന്നെ സന്ദർശിച്ച, എന്റെ ജയിലിൽ വന്ന് സന്ദർശിക്കുകയും എനിക്ക് ആവശ്യമായ നിലയിലുള്ള കരുത്ത് പകരുകയും ചെയ്ത ശ്രീ M.A. ബേബി, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ M.A. ബേബി, അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ച ശ്രീ V.S. അച്യുതാനന്ദൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇതുപോലെ ഞാൻ പേര് മറന്നുപോകുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ നിരവധി പേർ ഇതുപോലെ തന്നെ എന്റെ ഈ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ നീതി നിഷേധത്തിന്റെ കാലഘട്ടത്തിൽ അതിശക്തമായി എനിക്ക് നീതി ലഭ്യമാകുന്നതിന് വേണ്ടി ജീവൻ തരാം, മഴവിനിയെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ശക്തമായി ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല അതിനപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന PDP-യുടെ പ്രവർത്തകർ നമ്മുടെ എന്റെ കേസ് കാര്യങ്ങളിൽ അതിശക്തമായ നിലയിൽ എന്റെ കേസിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് മഴവിനി ഫോറം, അതിന്റെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതുപോലെ തന്നെ അതിന്റെ ജനറൽ കൺവീനർ ഷഹീർ മൗലവി, അതുപോലെ നമ്മുടെ ശ്രീ നീലലോഹിദാസൻ നാടാർ, ഇതുപോലെ നിരവധി പേർ, അതുപോലെ കേരളത്തിൽ ഈ കാര്യത്തിൽ എനിക്ക് നീതി ലഭ്യമാകണമെന്ന ആ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള CPM-ന്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ അവർകൾ, ഇതുപോലെ നിരവധി പേർ എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുള്ളവർ. അങ്ങനെ നമ്മുടെ എല്ലാ പരിശ്രമങ്ങൾക്കും കൂട്ടുനിന്നിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തരുടെയും പേര് പറയാമെന്ന് നിങ്ങൾക്കറിയാം. KP മുഹമ്മദ് ഉൾപ്പെടെ, അതുപോലെ അഡ്വക്കേറ്റ് ഉസ്മാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ കർണാടകത്തിൽ നിന്ന്, അതുപോലെ ശ്രീ ടോമി സെബാസ്റ്റ്യൻ ഇപ്പോൾ ഒരു പുതിയ കർണാടകത്തിലാണ് പോയി പെട്ടത്. രക്ഷപ്പെടാൻ വലിയ പാടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് തമിഴ്നാട് അതിനേക്കാൾ 1000 മടങ്ങ് ഭേദമായിരുന്നു എന്ന്. അങ്ങനെയുള്ള കർണാടകത്തിൽ പോയി പെട്ട് ഒരു വക്കീലിനെ ഒരുപാട് പേര്, ശ്രീ പിണറായി വിജയൻ അവർ ഉൾപ്പെടെയുള്ള നിരവധി പേര് ബന്ധപ്പെട്ട്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി പേർ ബന്ധപ്പെട്ടിട്ട് അന്ന് ഒരു വക്കീലിനെ ശ്രീ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ നിരവധി തവണ കത്തയച്ച് കത്ത് കൊടുത്തു വിട്ടതൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്ത വക്കീല് വലിയൊരു തുക ഫീസും കൊടുത്ത്, പക്ഷെ പിന്നെ അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം ആ ഫീസും വാങ്ങിയിട്ട് പോയതാണ്. അതിനുശേഷം വീണ്ടും നമ്മളിപ്പോൾ മലയാളി കൂടിയായ ശ്രീ ടോമി സെബാസ്റ്റ്യൻ എന്ന വക്കീലിന് അദ്ദേഹത്തിന്റെ ജൂനിയർ സന്തോഷ് കൂടെ എത്തിയിട്ടുണ്ട്. നിരവധി പേർ അങ്ങനെ അദ്ദേഹത്തിന് ടോമി സെബാസ്റ്റ്യൻ എന്ന വക്കീലിനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ മോചനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ വഴിയിലാണ്. ഈ വേദിയിൽ ഇരിക്കുന്ന നിരവധി പേരുണ്ട്. ശ്രീ ദിവാകരൻ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ശ്രീ സുരേന്ദ്ര ബാബു ഇവിടെയുണ്ട്, ബഹുമാന്യനായ എന്റെ ഉസ്താദ് ഷെയ്ഖുന KP അബൂബക്കർ ഹസ്രത്ത് അവർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ശ്രീ ആരിഫ് അലി ഇവിടെയുണ്ട്, അതുപോലെ മാധ്യമത്തിന്റെ എഡിറ്റർ ജനാബ് അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വാസുവേട്ടൻ, ഗുരവാസുവേട്ടൻ ഇവിടെയുണ്ട്. അങ്ങനെ ബഹുമാന്യനായ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഇതുപോലെ നമ്മുടെ മോചനത്തിന്റെ പാതയിൽ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് പേർ, ബഹുമാന്യനായ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ അവർ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ കൊടിയൂർ മുഹമ്മദ് ഉണ്ണി മൗലവി, കടക്കൽ അബ്ദുൽ അസീസ് മൗലവികൾ ഉൾപ്പെടെ, അതുപോലെ നിരവധി പേർ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുന്നവർ. ഞാൻ ആരുടെയും പേര് അങ്ങനെ നിരവധി പേർ, ഞാനൊരു പേര് പറയുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു മഹത്വം ഉണ്ടാവുന്നില്ല. ഞാൻ എന്റെ ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ പേര് ഞാനിത് പറയുന്നതേ ഉള്ളൂ. പേര് പറഞ്ഞില്ല എന്ന് കരുതി ആർക്കും ഒന്നും വിഷമവും തോന്നില്ല. എങ്കിലും ഞാൻ അവരുടെയൊക്കെ പേരുകൾ അനുസ്മരിച്ചു എന്നേ ഉള്ളൂ. ഇതിലെല്ലാത്തിലും ഉപരി എന്റെ വിഷയത്തില് വളരെ ശക്തമായിട്ട് എന്നോട് കാണിക്കുന്ന അനീതിക്കെതിരെ നിലകൊള്ളുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, മുഴുവൻ മാധ്യമ പ്രവർത്തകരും എല്ലാവരോടും എനിക്ക് ഉള്ള നന്ദി രേഖപ്പെടുത്താൻ ഈ കിട്ടിയ അവസരം ഞാൻ വിട്ടുപോയെങ്കിൽ അവർ ക്ഷമിക്കുന്ന പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട മകൾ ഷമീറയുടെ വിവാഹം ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാനും എന്റെ മകളും തമ്മിലുള്ള ബന്ധം അകന്നുപോയതാണ്. പക്ഷേ സർവശക്തനായ നാഥന്റെ അനുഗ്രഹത്താൽ എന്റെ മകളോട് വീണ്ടും എനിക്ക് ഒരുപക്ഷെ എന്റെ കോയമ്പത്തൂർ ജയിൽവാസം എനിക്ക് നൽകിയ ചില നന്മകളിൽ ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട മകളുമായിട്ടുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനും, മകളുമായിട്ട് ഇന്നുവരെയും വളരെ നല്ല നിലയിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും അൽഹംദുലില്ലാഹ് മകളുടെ വിവാഹത്തിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി. നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ നിസാമുദ്ദീനെ, നമ്മുടെ എറണാകുളപ്പള്ളിക്കാരനാണ്, നമ്മുടെ തൊട്ടടുത്ത അൻവാർശ്ശേരിയുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ് നിസാമുദ്ദീൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ആ നിസാമുദ്ദീനെ വരനായി കണ്ടെത്തി. അൽഹംദുലില്ലാഹ് ഈ വിവാഹം ഉറപ്പിച്ചപ്പോൾ എന്റെ മകളെ സംബന്ധിച്ച് മകൾ എന്നോട് പറഞ്ഞത്, വിവാഹത്തിന് വാപ്പാക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിക്കാഹ് നടക്കുമെന്ന് കരുതണ്ട എന്നാണ് പറഞ്ഞത്. ഞാനപ്പോ പറഞ്ഞു ഞാൻ എത്തും എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും സത്യത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയൊന്നുമല്ല, ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നതാണ്. നിങ്ങൾ ആരും കരുതണ്ട കർണാടകത്തിൽ നീതിയുടെ പുതിയ സൂര്യോദയം ഉണ്ടായിരിക്കുന്നുവെന്ന്. അങ്ങനല്ല. എന്റെ കേസിൽപ്പെട്ട 2 പേർക്ക് നേരത്തെ 4 ദിവസം വീതം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എന്റെ കേസ് നടത്തുന്ന ആൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്നെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്കും ഇങ്ങനെ അവസരം തന്നത്. പക്ഷെ അതിൽ നിരവധി ഇടപെടലുകൾ ഉണ്ടായി.
ഉണ്ടായത് കൂടുതൽ ഫലവത്താവുകയും ചെയ്തു. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. തീർച്ചയായും സർവശക്തനായ നാഥന്റെ അനുഗ്രഹത്താൽ ഇവിടെ ബഹുമാന്യരായ ഉലമാക്കള്, ബഹുമാന്യരായ മുതഅല്ലിമീങ്ങള്, ബഹുമാന്യരായ സഹോദരിമാര്, സഹോദരന്മാര് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എന്റെ പ്രിയപ്പെട്ട മകളുടെ നിക്കാഹ് നടത്തി കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന അല്ലാഹുവിനെ സ്തുതിക്കുകയും, ഇന്നലെയൊക്കെ എയർപോർട്ടിൽ വന്ന ഒരുപാട് പേർക്ക്, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ഉന്തും തള്ളും തല്ലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ഈ ഒരു ഞാൻ നേരിടുന്ന ഒരു നീതി നിഷേധത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന നിലയിൽ ആരും അത് സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും, ഈ വേദിയിലിരിക്കുന്ന, ഇവിടെ എത്തിയിരിക്കുന്ന, ഞാൻ കാഴ്ചയുടെ കുറവ് കൊണ്ട് ആരെയും യഥാർത്ഥത്തിൽ നല്ലതുപോലെ കണ്ടിട്ടില്ല, തൊട്ടടുത്തെത്തിയവരെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. വെറുതെ പറയുകയല്ല, കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വലത് കണ്ണിന്റെ ഏറ്റവും വിദഗ്ധമായ പരിശോധന നടത്തിയിട്ട് പറഞ്ഞത് 60-ൽ 1 ഭാഗം കാഴ്ചയാണ് വലത് കണ്ണിനുള്ളതെന്നാണ്. പറഞ്ഞാൽ ബ്ലൈൻഡായി, അന്ധനായി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ ഇടത് കണ്ണിന്റെ കാഴ്ച അത് വളരെ കുറഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ദുഃഖിതനല്ല, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ദുഃഖിതനല്ല. എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല. ഞാൻ എല്ലാം സർവശക്തനെ സമർപ്പിച്ചുകൊണ്ട് നീങ്ങുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.